തന്റെ കലുങ്ക് ചർച്ചയ്ക്കെതിരായ പ്രചരണത്തിനെതിരെ സുരേഷ് ഗോപി പൂച്ചാണ്ടി കാണിച്ച് തന്നെ പേടിപ്പിക്കേണ്ടെന്നും തനിക്ക് പറയാനുള്ളത് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. തന്നെ ഒഴിവാക്കി സി സദാനന്ദൻ എംപിയെ കേന്ദ്രമന്ത്രിയാക്കിയാൽ സന്തോഷമെന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞ കലുങ്ക് ചർച്ചയ്ക്ക് സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകും. കലുങ്ക് ചർച്ചകൾക്ക് വരുന്ന ജനങ്ങൾക്കെല്ലാം അത് ഗുണകരമാണ്. ജനസമ്പർക്കത്തിന്റെ നൈർമല്യം അതിനുണ്ട്. അവിടെ ഇരുന്ന് കേൾക്കുന്നവർക്കും അവരോട് സംസാരിക്കുന്നവർക്കും രാഷ്ട്രീയ ശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യതയായിരുന്നു. അത് സംഭവിച്ചു തുടങ്ങിയതാണ് എതിരാളികളെ ഭയപ്പെടുത്തുന്നത്. അതാണ് അവരുടെ വ്യാകുലത. ഒന്നിനെയും താൻ വെറുതെ വിടില്ല. താൻ എല്ലാ കാര്യവും തുറന്നു പറയുന്നയാളാണ്. കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എല്ലാം വളച്ചൊടിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സി സദാനന്ദനെ എംപിയായി വിലസാൻ അനുവദിക്കില്ലെന്ന CPM നേതാവ് MV ജയരാജന്റെ പരാമർശത്തിനും സുരേഷ് ഗോപി MP മറുപടി നൽകി. സി സദാനന്ദന്റെ പാർലമെന്റ് അംഗത്വം കണ്ണൂരിലെ ജയരാജന്മാരിൽ അങ്കലാപ്പുണ്ടാക്കിയെന്നും കണ്ണൂരിലേക്ക് കയ്യെത്തിപ്പിടിക്കാനുള്ള ആദ്യത്തെ വാതിൽ തുറക്കലാണിതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. എനിക്ക് സിനിമ ഒരുപാട് സമ്പാദിക്കണം, എന്റെ കുഞ്ഞുങ്ങളെ എവിടെയും എത്തിയിട്ടില്ല. ഒപ്പം എന്റെ ആ വരുമാനത്തിൽ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ, അതിൽ കുറച്ച് തന്നെ എനിക്ക് സഹായിക്കുന്നുണ്ടെങ്കിൽ പണം വരുമാനം എന്ന് പറയുന്നത് നിലച്ചു പോകാൻ പാടില്ല. ഇപ്പൊ നല്ല തോതിൽ നിലച്ചിട്ടുണ്ട്. ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാർട്ടിയിലെ ഏറ്റവും ഇളയ അംഗമാണ്. ഞാൻ 2016 ഒക്ടോബർ 28-നാണെന്നാണ് എന്റെ ഓർമ്മ മെമ്പർഷിപ്പ്. അതാണ് 6 മാസ കാലത്തിനുള്ളിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് അറിയിച്ചതിനെ തുടർന്ന് വേഗം പോയിട്ടാണ് എന്റെ മനസ്സിലതില്ലായിരുന്നു. അങ്ങനെ ഏറ്റവും ഇളയ പാർട്ടി അംഗം തന്നെയാണ്. അത് പക്ഷേ മാൻഡേറ്റിനുള്ള മര്യാദ. കേരളത്തിൽ നിന്ന് ആദ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു MP എന്ന നിലയ്ക്ക് പാർട്ടിക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടാവാം. ആ ഉത്തരവാദിത്വത്തിന്റെ പ്രഭാവം എന്നെ ഒരുപക്ഷെ മന്ത്രിയാണ്.